സൗദി അതിർത്തിയോട് ചേർന്നുള്ള കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ യമനിലെ തെക്കൻ വിഘടനവാദികളുടെ ശ്രമത്തിനിടെ UAE സൗദി ബന്ധം പിരിമുറുക്കത്തിലായി. UAE പിന്തുണയ്ക്കുള്ള തെക്കൻ വിഘടനവാദികൾക്കായി എത്തിച്ച ആയുധങ്ങളും സൈനിക വാഹനങ്ങളും തകർത്തതായി സൗദി സഖ്യസേന അറിയിച്ചു. 24 മണിക്കൂറിനകം UAE സൈനികർ രാജ്യം വിടണമെന്ന യമൻ ഭരണകൂടത്തിന്റെ ആവശ്യം സൗദിയും പിന്താങ്ങി. യമനിലെ സംഘർഷം രൂക്ഷമാക്കുകയാണെന്ന സൗദിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ UAE ഇത് നിഷേധിച്ച് രംഗത്തെത്തി. എന്താണ് യമനിൽ സംഭവിക്കുന്നതെന്ന് വിശദമായി നോക്കാം. റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ ചേരും. അഫ്താബ്, എന്താണ് ഇപ്പോൾ യമനിലെ സ്ഥിതി? തെക്കൻ വിഘടനവാദികളെ UAE പിന്തുണയ്ക്കാൻ കാരണം എന്താണ്? സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള ഈ ഒരു പിരിമുറുക്കത്തിന്റെ പശ്ചാത്തലം യമന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1967 മുതൽ 1990 മെയ് മാസം വരെ യമൻ 2 രാജ്യമായിട്ടായിരുന്നു നിലനിന്നിരുന്നത്. ഇത് പറഞ്ഞാൽ മാത്രമേ പക്ഷേ പ്രേക്ഷകർക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പോഴുള്ള ഒരു സംഘർഷത്തിന്റെ ഒരു കാരണം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് 1967 മുതൽ 1990 വരെ 2 രാജ്യമായി തെക്കൻ യമനും വടക്കൻ യമനുമായിട്ടാണ് യമൻ എന്നറിയപ്പെടുന്ന രാജ്യം നിലനിന്നിരുന്നത്. 1990 മെയ് 22-നാണ് 2 യമനും കൂടി ചേർന്ന് ഒരൊറ്റ രാജ്യമായി മാറുന്നത്. പിന്നീട് അവിടെ സംഭവിക്കുന്നത് ഈ 2 പക്ഷത്തുള്ള ആളുകൾക്കും ഭരണത്തിൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണകൂടം രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവർ പിന്നീട് കാലങ്ങളോളം ഭരണം തുടർന്നു. ഈ ഭരണം തുടരുന്ന സമയത്ത് തന്നെ തെക്കൻ യമന്റെ ഭാഗത്തുള്ള ആളുകൾക്ക്, തെക്കൻ വിഭജനവാദികൾക്ക് തെക്കൻ യമൻ പ്രത്യേക രാജ്യമായി നിലനിൽക്കണമെന്ന താല്പര്യമുണ്ടായിരുന്നു. അത് വർഷങ്ങളോളം തുടർന്നു. 2013-ൽ അറബ് വസന്തത്തിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ ഉണ്ടായ ആഭ്യന്തര സംഘർഷങ്ങളുടെ പ്രതിഫലനം എന്നോളം യമനിലും അവിടെയുള്ള ഭരണാധികാരി അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. ഇതിന് പിന്നാലെ യമനകത്ത് രാഷ്ട്രീയ സംഘർഷം രൂക്ഷമാകുന്നു. തെക്കൻ വിഭജനവാദികൾ വീണ്ടും രംഗപ്രവേശനം ചെയ്യുന്നു. ഹൂത്തികൾ രംഗപ്രവേശനം ചെയ്യുന്നു. ഹൂത്തികൾ സൻആ ഉൾപ്പെടെയുള്ള പ്രധാന നഗരികൾ പിടിച്ചടക്കുന്നു. ഇങ്ങനെ വിവിധ കക്ഷികൾ യമന്റെ വിവിധ ഭാഗങ്ങൾ കൈയാളുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, നിലവിലെ അവസ്ഥയിൽ ഈ സംഘർഷത്തിന് കാരണമാകുന്നത് 3 ഭാഗമായിട്ടാണ് യമന്റെ ഭരണം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് യമനിലെ ഔദ്യോഗിക പക്ഷമാണ്. ഈ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത് സൗദി സഖ്യസേനയുടെ, സൗദി സഖ്യരാഷ്ട്രങ്ങളുടെ പിന്തുണയുള്ള ഔദ്യോഗിക പക്ഷമാണ്. പക്ഷെ അവരുടെ പ്രത്യേകത, നിലവിൽ യമന്റെ 5% ഭൂപ്രദേശം മാത്രമേ അവരുടെ നിയന്ത്രണത്തിലുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് ഹൂത്തികളാണ്. ഹൂത്തികളുടെ പക്കലാണ് യമന്റെ 25% ഭൂപ്രദേശം നിൽക്കുന്നത്. എന്ന് വെച്ചാൽ യമനിലെ സിംഹഭാഗം ജനങ്ങളും ഹൂത്തി നിയന്ത്രിത മേഖലയിലാണ് നിൽക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, സൻആ ഉൾപ്പെടെയുള്ള പ്രദേശം 2014 മുതൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. അതിന് പുറമെ സാദ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഹൂത്തികളുടെ പക്കലാണ്. ഹിജ്ജ എന്നറിയപ്പെടുന്ന പ്രദേശം, അതോടൊപ്പം തന്നെ അമ്രാൻ എന്നറിയപ്പെടുന്ന, ഇങ്ങനെ ഏറ്റവും കൂടുതൽ യമനികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, പ്രദേശങ്ങളെല്ലാം ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണുള്ളത്. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് പഴയ തെക്കൻ യമന്റെ ഭാഗമായിരുന്ന തെക്കൻ വിഭജനവാദം വാദിക്കുന്ന STC എന്നറിയപ്പെടുന്ന, നിലവിൽ STC എന്നറിയപ്പെടുന്ന സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ. സദേൺ ട്രാൻസിഷണൽ കൗൺസിലിന്റെ കൈവശമാണ് ഇപ്പോൾ യമന്റെ 60%-ലേറെ ഭൂപ്രദേശം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ ഹലറമൗത്ത് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവർ STC ഏദൻ ആസ്ഥാനമായിക്കൊണ്ടാണ് ഇപ്പോൾ യമനെ ഭരിക്കുന്നത്. ഹൂത്തികൾ സൻആ ആസ്ഥാനമാക്കിക്കൊണ്ടാണ് യമനെ ഭരിക്കുന്നത്. സൗദി നേതൃത്വത്തിലുള്ള ഔദ്യോഗിക ഭരണകൂടം അതിന് പ്രത്യേകമായ ഒരു ക്യാപിറ്റൽ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർ യമൻ ഒന്നാകെ ഭരിക്കപ്പെടുന്നു എന്നതാണ് അവർ വിലയിരുത്തുന്നത്. ഏതായാലും ഇങ്ങനെ 3 വിഭാഗമായിക്കൊണ്ട് യമന്റെ 3 ഭൂപ്രദേശങ്ങൾ നിലനിൽക്കുന്നു. അതിൽ ഇപ്പോഴുള്ള ഒരു സംഘർഷത്തിന്റെ കാരണം ഈ സദേൺ ട്രാൻസിഷണൽ കൗൺസിലിന്റെ കൈവശമുള്ള ഭൂപ്രദേശം എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ്. അതുതന്നെയാണ് ഇതിൽ UAEക്കുള്ള താല്പര്യം എന്നുള്ളത് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ രാഷ്ട്രങ്ങളും യമൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ആരോപിക്കുന്നുണ്ട്. അതിന് കാരണം ഹലറമൗത്ത് മുതൽ ചെങ്കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭൂപ്രദേശം മുഴുവൻ ഇപ്പോൾ STCയുടെ നിയന്ത്രണത്തിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുവഴിയുള്ള കപ്പൽ പാതകൾ കൂടുതൽ സുരക്ഷിതമായി കൊണ്ടുപോകാൻ UAEക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിൽ പറയുന്നത്. മറ്റൊന്ന്, ഹലറമൗത്ത് ഉൾപ്പെടെയുള്ള എണ്ണ സമ്പന്നമായ പ്രദേശം STCയുടെ കൈവശം വന്നാൽ അതും ഒരു താല്പര്യമായി നിലനിൽക്കുന്നു. ഇതിനെല്ലാത്തിനും പുറമെ മൂന്നാമത്തെയും വളരെ പ്രധാനപ്പെട്ടതുമായ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത്
മുസ്ലിം ബ്രദർഹുഡ് പിന്തുണയുള്ള അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡുമായി മികച്ച ബന്ധം നിലനിർത്തുന്ന അൽ ഇസ്ലാഹ് പാർട്ടിയാണ് യമൻ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകം എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡുമായി ആശയപരമായി ഭിന്നതയുള്ളവരാണ് സൗദി അറേബ്യയും. പക്ഷേ ഇസ്ലാഹ് പാർട്ടി എന്നറിയപ്പെടുന്ന മുസ്ലിം ബ്രദർഹുഡുമായി മികച്ച ബന്ധം സൂക്ഷിക്കുന്ന ഇസ്ലാഹ് പാർട്ടി തന്നെയാണ് നിലവിൽ സൗദി പിന്തുണയോടെ യമൻ ഭരിക്കുന്നത് എന്നുള്ളൊരു കൗതുകം കൂടി ഇതിനകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് യമന്റെ ഔദ്യോഗിക ഭരണകൂടം ഭരിക്കുന്ന സൗദിയുടെ അതിർത്തിയോട് ചേർന്നുള്ള പല പ്രദേശങ്ങളും ഇപ്പോൾ STC വന്ന് കൈയേറുകയും അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്താണ് ഇപ്പോഴത്തെ ഒരു സംഘർഷം രൂക്ഷമാകാനും മൂർച്ഛിക്കുവാനുമുള്ള കാരണം. അതിനായി ഫുജൈറയിൽ നിന്നും ഈ മാസം 27-നും 28-നും ഒരു കപ്പൽ പുറപ്പെടുന്നു. ആ കപ്പലിൽ സൈനിക വാഹനങ്ങൾ എത്തുന്നു. അത് UAE പിന്തുണയുള്ള ഈ സൈനിക വാഹനങ്ങളും ആയുധങ്ങളും എല്ലാം തന്നെ സദേൺ ട്രാൻസിഷണൽ കൗൺസിലിന് വേണ്ടി എത്തിച്ചതാണ് എന്നുള്ളതാണ് സൗദി സഖ്യസേനയും യമൻ ഭരണകൂടവും ആരോപിക്കുന്നത്. എന്നാൽ UAE ഇപ്പോൾ ഇത് എതിർക്കുകയും അത് തള്ളുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആയുധങ്ങളല്ല, അത് സൈനിക വാഹനങ്ങളാണ്. അത് നിലവിൽ യമനകത്തുള്ള UAE സൈനികർക്ക് ഉപയോഗിക്കാനുള്ളതാണ് UAE ഉയർത്തുന്ന വാദം. പക്ഷേ യമന്റെ ഭരണകൂടം ഉയർത്തുന്ന വാദം അതല്ല. അത് തെക്കൻ വിഭജനവാദികൾക്ക് കൂടുതൽ പ്രദേശങ്ങൾ കൈയടക്കാനുള്ള ഒരു വഴിയായിട്ടാണ് നൽകുന്നത് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. അതോടൊപ്പം തന്നെ ഇസ്രായേലുമായി മികച്ച നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യം എന്നുള്ള നിലക്ക് UAEയുടെ ഈ നീക്കം കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുമെന്നുള്ളൊരു വാദം കൂടി യമൻ ഉന്നയിക്കുന്നുണ്ട്. ഈ തരത്തിൽ അതിസങ്കീർണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് നിലവിൽ യമനകത്തുള്ള ആഭ്യന്തര ചിത്രമുള്ളത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിർത്തി ഞങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമാക്കി നിർത്തൽ തങ്ങളുടെ ആവശ്യമാണെന്ന് സൗദി പറയുന്നു. ഞങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് ഞങ്ങളുടെ റെഡ് ലൈൻ ആണ് എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് ഈ രണ്ട് UAE തങ്ങളുടെ സഹോദര രാജ്യമായിട്ടുള്ള UAE അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ സൗഹാർദ്ദപരമായിട്ടുള്ള കൂടുതൽ മെച്ചപ്പെട്ട നിലയിലൊരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കുകയും STCയോട് പിന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യണമെന്നുള്ളതാണ് സൗദി അറേബ്യ പറയുന്നത്. UAE അതിനോട് അനുഭവപൂർണ്ണമായിട്ടുള്ള മറുപടിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. UAE പറയുന്നത് സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നുള്ളതാണ് പറയുന്നത്. UAE STCയെ പിന്തുണക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ആയുധങ്ങൾ അതിനായി എത്തിച്ചതില്ല എന്നുള്ളതാണ് അവർ പറയുന്ന വാദം. ഏതായാലും സംഘർഷം ലഘൂകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് രണ്ടു കൂട്ടരും നിലവിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സംഘർഷം പെട്ടെന്ന് അവസാനിക്കുമെന്ന് കരുതാനാകില്ല. കാരണം സൗദി അറേബ്യ ഉന്നയിച്ച അതിർത്തികളിൽ നിന്ന് പിൻവാങ്ങണമെന്നുള്ള സൗദി അറേബ്യയുടെ ആവശ്യം STC ഇപ്പോൾ തന്നെ തള്ളിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം UAEയിൽ നിന്നും എത്തിയതായി പറയുന്ന കപ്പലിൽ നിന്നും ഇറക്കിയ വാഹനങ്ങൾക്ക് നേരെ സൗദി സഖ്യസേന ആക്രമണം നടത്തുകയും അതിൽ നിരവധി വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് സൗദി സഖ്യസേന ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. തുടർന്നും സമാനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വീണ്ടും തിരിച്ചടി ഉണ്ടാകുമെന്ന് സൗദി സഖ്യസേന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിൽ STC ഈ സഖ്യസേനയിൽ നിന്നും നേരത്തെ പിൻവാങ്ങിയിട്ടുണ്ട്. പല രാജ്യങ്ങളും സമാനമായ രീതിയിൽ തന്നെ യമനിലെ സംഘർഷം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് പിൻവാങ്ങിയിട്ടുണ്ട്. ഇതിൽ ഹൂത്തികളുമായി വലിയ അഭിപ്രായ വ്യത്യാസമുള്ളവരായിരുന്നു സൗദി അറേബ്യ. പക്ഷേ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നേതൃത്വത്തിൽ ഹൂത്തികളുടെ നേതാക്കളെ സൗദിയുടെ റിയാദിലേക്ക് ക്ഷണിക്കുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും യമനിൽ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാൻ തങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തതാണ്. മാത്രവുമല്ല ഹൂത്തികളും സൗദിയുടെ തലസ്ഥാനമായ റിയാദിൽ എത്തിക്കൊണ്ട് സൗദിയുടെ ഭരണ നേതൃത്വത്തിലെ മുതിർന്നവരുമായി ആലിംഗനം ചെയ്യുകയും ഈ ഒരു സംഘർഷത്തിന് അയവരുത്താൻ തങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള STCയുമായുള്ള പ്രശ്നം, ഔദ്യോഗിക പക്ഷവുമായുള്ള പ്രശ്നം, ഇതെല്ലാമാണ് യമനിലെ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിപ്പിക്കൽ നിർബന്ധമാണ്. കാരണം അവരുടെ അതിർത്തി രാജ്യമാണ്. അവിടെ സംഘർഷം നിലനിർത്തിക്കൊണ്ട് സൗദി അറേബ്യ എന്ന രാജ്യത്തിന് മാത്രമായി വളരാനാകില്ല. ഒപ്പം എല്ലാവരും വളരണമെന്നതാണ് സൗദി അറേബ്യയുടെ നിലവിലുള്ള പോളിസി. അതുകൊണ്ടാണ് ഇറാനുമായി ഉൾപ്പെടെ സൗദി അറേബ്യ മികച്ച ബന്ധത്തിലേക്ക് പോവുകയും കൂടുതൽ വ്യാപാര കരാറിലേക്ക് അടക്കം പോവുകയും ചെയ്തത്. ഇപ്പോഴേ ഈ സംഘർഷത്തിൽ ഇനി ഇടപെടാവുന്ന ഒരു കക്ഷി എന്ന് പറയുന്നത് ഒമാനാണ്. ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രമാത്രം വിജയം കാണുമെന്നുള്ളത് ഈ യമനകത്തുള്ള വിവിധ ഫാക്ഷനുകൾ, വിവിധ കക്ഷികൾ അവർ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാകും നിലനിൽക്കുക. ഏതായാലും GCCയിലെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പിരിമുറുക്കത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ പ്രതിഫലനം എണ്ണയിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളതാണ് എല്ലാവരും വിലയിരുത്തുന്നത്. സ്വാഭാവികമായിട്ടും അത് വിലയേറ്റത്തിലേക്കോ മറ്റോ നീങ്ങിപ്പോകുമെന്നുള്ളൊരു കാര്യം കൂടി അതിനകത്തുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്തകളാലും രാഷ്ട്രീയ വിഷയങ്ങളാലും സങ്കീർണമായി നിൽക്കുകയാണ് യമനകത്തുള്ള ചിത്രം.